രുചികൾ തേടിയുള്ള യാത്രയാണ് ആനീസ് കിച്ചന്റെ ഓരോ എപ്പിസോഡുകളും. മലബാറിന്റെ പാചക വൈഭവം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് മലപ്പുറം രുചികൾ. ആനീസ് കിച്ചൻ കുക്കിംഗ് കോൺടെസ്റ്റിന്റെ ആ ആദ്യ ചുവടുവെപ്പ് നമ്മുടെ സ്വന്തം മലപ്പുറത്താണ്. എന്റെ സ്വന്തം പ്രേക്ഷകർക്കിടയിലേക്ക് ഞാൻ എത്തുകയാണ്. എല്ലാവരുടെ ഫേസിലേക്ക് നോക്കിയ കള്ളച്ചിരിയാ ചിരിച്ചേക്കുന്നത്. ചിരിക്കുന്നുണ്ട് ഉള്ളിൽ നമുക്ക് കേൾക്കാം അല്ലേ? എത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഞാനൊക്കെ റിയാലിറ്റി ഷോ പ്രോഡക്റ്റ് അറിയാം. ഒരു ലാസ്റ്റ് നിമിഷത്തിൽ വന്നേക്കും ഇനി എത്രയൊക്കെ എന്തെന്നൊക്കെ പറഞ്ഞൊരു ടെൻഷൻ ഉണ്ടാവും. എന്നാലും ഇതിൽ പങ്കെടുക്കുന്നത് എന്നെ വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കണം. 3 ആളെ മാത്രം സെലക്ട് ചെയ്യാന്നുള്ളത് ഒരു ചടങ്ങായി പോയി. ഇതിൽ നിന്ന് കിട്ടും. കോൺഫിഡന്റ് ആയി എനിക്ക് ഒറ്റക്ക് നിന്ന് ചെയ്യാൻ പറ്റും അല്ലെ? എനിക്കൊരാള് വേണ്ട. അപ്പോൾ ഞാൻ എല്ലാവർക്കും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം ഞാനും വീഡിയോസൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ അനി ചേച്ചിയുടെ കൂടെ, അത് ആബിദത്താൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ഞാൻ ജസിത്താക്കും അതുപോലെ നസിമത്താക്കും സോനക്കൊക്കെ അതുപോലെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫ്ലോറിലേക്ക് പോയത്. അപ്പം ഞാനും മോനൊക്കെ നിന്ന് ജസ്റ്റൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഇതാണ് ആ ഫ്ലോർ കേട്ടോ. നമ്മുടെ കുക്കിംഗ് കോമ്പറ്റീഷൻ പരിപാടി നടന്നിട്ടുള്ള ഈ റൂസിയയിലെ ഈ ഹാള് ഇവിടെ വെച്ചായിരുന്നു നമ്മുടെ കുക്കിംഗ് കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാം നമ്മൾ കൊണ്ടുവന്ന് നമ്മൾക്ക് അരിയും ചിക്കനുമാണ് പ്രൊവൈഡ് തന്നിരുന്നത്. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഗ്യാസും വെള്ളമൊക്കെ അതും അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര അടിപൊളി പരിപാടി ആയതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഷൂട്ടിങ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഞങ്ങളുടെ അത് ജഡ്ജ്മെൻറ്റിന് വന്നിട്ടുള്ള ആ ടൈമിലെടുത്ത വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം എടുത്തിട്ടുള്ള ഇൻട്രോയുടെ ഷൂട്ടിംഗ് ഉണ്ടല്ലോ, പ്രൊഫൈൽ ഷൂട്ട്, അതാണ് കേട്ടോ. അത് ടി വിയിൽ ഇതുപോലെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ വീട്ടിൽ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്തു. അപ്പൊ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായി. അതെന്നോട് നല്ല രസമുണ്ടല്ലേ ചിക്കൻ. അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് അതിന്റെ അടിയിൽ കമന്റ് വന്നു, ഈ ചിക്കൻ എങ്ങനെ കിട്ടും. ഇതിലൊരുപാട് വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്റെ ഫ്രണ്ട്സ് അടുത്ത് കഴിക്കലാണ്. അത്ര നൈസായ ഫുഡായിട്ട് എന്റെ ചെങ്ങായിമാരെ അടുത്ത് കഴിക്കും. ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിൽ 2 പേർക്ക് പങ്കെടുക്കാന്ന് കേട്ടപ്പോ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആ ആളാണ്. അത് ആരുമല്ല, എന്റെ മോൻ തന്നെയാണ്. അയ്യോ, ഇതെന്താ ഈ പാത്രത്തില്? വേറെ ആർക്കും ഇങ്ങനത്തെ പാത്രം അതിന്റെ ഇഷ്ടം എങ്ങനെ അലുമിനിയം ചെമ്പിൽ വെക്കാനാണ്. ഞാൻ സെയിൽ ചെയ്യുന്ന ബിരിയാണി ഇങ്ങനെയാണ്. ഇവിടെ ഈ ചെമ്പ് ഇവിടെ വെച്ചപ്പോഴേ അബിത അവിടെ നിന്നോണ്ടൊരു ടെൻഷൻ പറഞ്ഞു, ഇതെന്താ ഈ ബിരിയാണി ഇങ്ങനെയെന്നൊക്കെ. അബിത ഇതുമായിട്ട് എന്താണ് ബന്ധം പറഞ്ഞേ? സാമാന്യ ഇങ്ങനത്തെ ചെമ്പിലാണ് ബിരിയാണി. ഉമ്മാനൊപ്പം കൂടിയാണെങ്കിൽ ഞാൻ ചെയ്യും. ഉമ്മ പറഞ്ഞ അനുസരിച്ച് ചെയ്യും അല്ലേ? ആ പിന്നെ അറിയില്ല. ഞാൻ പറഞ്ഞോളാം. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഫാമിലി അത്യാവശ്യം നല്ല ആൾക്കാരുള്ള, പിന്നെ അവര് നാട്ടിൽ വന്നിട്ട് അങ്ങനെ കല്യാണം കഴിക്കായിരുന്നു. ചിക്കന്റെ വേവ് അപ്പോൾ ഹുദയും അതുപോലെ റിഷിദത്തെയും സാജിദയും അവളുടെ ഉമ്മയും സൈഫുനീസാനൊക്കെ കണ്ടല്ലോ. ഇവരൊക്കെ എൻ്റെ കൂടെ മത്സരിച്ചതാണ് കേട്ടോ. സൈഫുനീസ് ഒരുപാട് വേദികളിൽ പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഇതാണ് ഫെബിന മൻസൂർ എന്ന പേര്. അതുപോലെ ഇതാണ് നസീമത്തയുടെ മോള് അനീഷ. ഇതാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കണ്ട ഒരു ബഹളം കാരണം കേട്ടോ. ഇതാണ് നമ്മളെ സീമ ചേച്ചിയും ഒരുപാട് മത്സരങ്ങളിലൊക്കെ പ്രൈസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പായസ മത്സരങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ.
ടി വിയിലൊക്കെ വന്നിട്ടുമുണ്ട്. പിന്നെ ഇത് ഹിമ, മകള് റബേക്ക, ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ മത്സരിച്ചതാണ്. പിന്നെ നമ്മുടെ സഫീറ ഉണ്ട് കേട്ടോ, ഇന്ന് സഫീറ ഞങ്ങളെ അടുത്ത് തന്നെയാണ് മലപ്പുറത്ത്. പിന്നെ ഞാൻ തലേ ദിവസമായിട്ട് അവളെ പരിചയപ്പെട്ടത്. അവൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഇതാണ് ജെസ്സി കബീർ എന്ന് അറിയാലോ എല്ലാവർക്കും. അപ്പോൾ ഇത്താടെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അമർത്ത ടിവിയുടെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോസ് വരുമ്പോൾ കാണാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്തുള്ള പരിചയപ്പെടാം. ഇതാണ് നദീറ താത്ത കേട്ടോ. അപ്പം നദീറത്താനും എല്ലാവർക്കും അറിയാം, KBQയിൽ മത്സരിച്ച് പ്രൈസ് വാങ്ങിയിരുന്നു മലപ്പുറം ജില്ലയിൽ. പിന്നെ ഇതാ നമ്മുടെ ഷീജ ചേച്ചി, നമ്മുടെ കടലുണ്ടിയിൽ നിന്നാട്ടോ നമ്മുടെ ഷീജ ചേച്ചി വന്നിട്ടുള്ളത്. ഇതാണ് നമ്മളെ മൈമുൻത. എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൈമുൻതാനെ. ഇഷ്ടമാണ്. അവർ തന്നെയാണ് എൻ്റെ ബിരിയാണിയുടെ ജഡ്ജ്മെന്റ്. ഇന്നിന്റെ ബിരിയാണി എന്ന് പറഞ്ഞത് നമ്മൾ ഗേറ്റ് തുറക്കുമ്പോ തന്നെ ആ ഒരു സ്മെല്ല, അതിപ്പോ ആണാണെങ്കിലും നമ്മൾ സ്മെല്ലെത്തും. കാരണം അത്ര സ്മെല്ല്. അതാണ് ഒരാൾ പണിയെടുക്കുന്നതും ഇല്ലാത്തതൊക്കെ അല്ല, ഞാൻ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊണ്ടുപോയി എന്നോട് പറഞ്ഞു പോലും വരുമ്പോ എനിക്കൊരു പണിയില്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാ നസീമത്തെയും മകളും അതുപോലെ ഫർസ്വായദറും ഒക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ നമ്മളെ സൂപ്പർ സ്റ്റാറിന്റെ പാട്ടും. ഇതാണ്ടോ ഫെബിത്താന്റെ ഒരു ജഡ്ജ്മെന്റ് സമയം. പിന്നെ എന്റേതാണ് കേട്ടോ വീഡിയോ വന്നത്. 3 പാത്രത്തില് ബിരിയാണിയുടെ മണം അടിച്ചിട്ട് ഇരിക്കാൻ വയ്യ. ഞാനും കൂടെ ജോയിൻ ചെയ്തോട്ടെ. ഇവരുണ്ടോ? ഇവരും ഉണ്ടായിട്ടാണോ വന്നേന്ന്? ഇത് സെർവ് ചെയ്ത വ്യത്യാസം. പാറു നമുക്ക് ഇച്ചിരി തരട്ടെ പാറു. എന്റെ മോന് സ്കൂളില്ലാത്ത ദിവസങ്ങളില് അതേപോലെ തന്നെ ഇപ്പൊ ഈ വെക്കേഷനില് ഞങ്ങളവിടെ ഹോട്ടലില് പോകലുണ്ട്. ഡെയിലി പോവും. രാവിലെ 11 മണിക്ക് പോയി രാത്രി 12 മണിക്കാ വരും. അല്ല, എന്റെ ഫ്രണ്ടിന്റെ പന്റെ കടയിൽ പോവും. വെറുതെ കണ്ണാടിച്ചിട്ട് അവിടെ പോവും, പണിക്ക് പോകും. നല്ലത്. അവിടെ വെള്ളാനും കൊടുക്കാനും ടേബിൾ ക്ലീൻ ചെയ്യാനും ഒക്കെ ചെയ്യും. നല്ല കാര്യമാണ്. ഞാൻ റെസ്റ്റോറന്റ് നടത്തിയ സമയത്ത് എന്റെ മക്കളും ഇതേമാതിരി ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഞാൻ സൂപ്പർ. അങ്ങനത്തെ തമ്പുരാൻ നല്ലൊരു ഫ്യൂച്ചർ കൊച്ചിന് കൊടുക്കട്ടോ, ഉറപ്പാണ്. ഇവ എന്നോട് പറഞ്ഞതാണ് ആദ്യം കുറച്ച് 2 വർഷം മുമ്പേ, ഇമ്മ എന്തിനാ വെറുതെ നിക്കണേ, നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടൂടെ. എനിക്ക് 3rd ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് സങ്കടവും ഡിപ്രഷനും വന്നിരുന്നു. പ്രഗ്നൻസി 5 മന്തില് അബോർഷനായി. അതിനുശേഷം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ അപ്പൊ എന്നോട് പറഞ്ഞു, എന്തിനാ വെറുതെ നിക്കണത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് അങ്ങനെ ആക്റ്റീവ് ആവൂലേ. അങ്ങനെയാണ് ഓൻ ആദ്യമായിട്ട് എനിക്കൊരു വീഡിയോ എടുത്തത്, ചിക്കൻ നഗറ്റ്സ്. അങ്ങനെ ഞാൻ യൂട്യൂബ് പഠിക്കും. അങ്ങനെ എനിക്കൊരു പ്രതീക്ഷയില്ല ഞാൻ സക്സസ് ആവുന്നു. പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്ക തുടങ്ങി, എഡിറ്റിങ് പഠിച്ചു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് എനിക്ക് വലിയ ഭാഗ്യമാണ് കേട്ടോ. ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല എത്ര സമയം വരെ. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ കാണുന്ന ആബിദ ഇല്ലേ, ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഒന്ന് വിറ്റാ മതി. ഞാൻ സത്യം പറഞ്ഞാല് ദം ബിരിയാണി കോൺടെസ്റ്റ് കിട്ടിയില്ല സെലക്ഷന്. അതെനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് ഞാൻ അനിയനോട് പറഞ്ഞു, എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല, പക്ഷെ എനിക്കത് ഫൈനല് കാണാൻ പോണെന്നാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ആബിദത്താനെ കാണാൻ പോണത് ബീച്ചില്. അപ്പൊ ആബിദത്തിനോട് പറഞ്ഞു, ഈ വീഡിയോ എടുത്ത് ഡെയിലി അപ്ലോഡ് ചെയ്യാം, അപ്പൊ ഈ ഒരു ദിവസം സക്സസ് ആവുന്ന പറഞ്ഞു. അതിനുശേഷം ഞാൻ ദം ബിരിയാണിന്റെ വീഡിയോ വ്ലോഗ് ചെയ്തു. എനിക്ക് നല്ല വ്യൂസ് കിട്ടി. അന്ന് കുറെ ആളിനെ കണ്ടിട്ട് പിന്നെ ഞാൻ എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി, ഈ ദം ബിരിയാണി കോൺടെസ്റ്റ് വ്ലോഗ് ചെയ്ത ആളല്ലേ. തീർച്ചയായിട്ടും അതിന്റെ അങ്ങനെയാണ്. എല്ലാവരും മാക്സിമം എൻകറേജ് ചെയ്യും, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യും. ഇത് മീഡിയ കൂടെ അല്ലെങ്കിൽ പോലും ഇപ്പൊ തന്നെ ലൈവ് എല്ലാവരും വന്ന് സത്യം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, അബിത സോ സ്വീറ്റ്. ഈ ചോറിങ്ങനെ മഞ്ഞ കളറായത് മൊത്തമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു.
മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാചകക്കാരും മമ്പാടാണുള്ളത്. അപ്പോൾ ഇതാണ് സുലൈഖ, ആളുടെ മോള് സോനയും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആള് നല്ല ഭക്ഷണം ഉണ്ടാക്കും കേട്ടോ. ആള് KBQല് പ്രൈസൊക്കെ കിട്ടിയിരുന്നു. എല്ലാവരുടെ ഫേസിലേക്ക് നോക്കിയാൽ കള്ളച്ചിരിയാ ചിരിക്കുന്നുണ്ട് ഉള്ളിൽ നമുക്ക് കേൾക്കാം അല്ലേ? എത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഞാനൊക്കെ റിയാലിറ്റി ഷോ പ്രോഡക്റ്റ് എനിക്കറിയാം. ഒരു ലാസ്റ്റ് നിമിഷത്തിൽ വന്നിരിക്കും ഇനി എത്രയൊക്കെ എന്തെന്നൊക്കെ പറഞ്ഞൊരു ടെൻഷൻ ഉണ്ടാവും. എന്നാലും ഇതിൽ പങ്കെടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കണം. 3 ആളെ മാത്രം സെലക്ട് ചെയ്യാന്നുള്ളത് ഒരു ചടങ്ങായി പോയി. ഇതിൽ നിന്ന് കിട്ടും. കോൺഫിഡന്റ് ആയി എനിക്ക് ഒറ്റക്ക് നിന്ന് ചെയ്യാൻ പറ്റും അല്ലെ? എനിക്കൊരാള് വേണ്ട, ഞാന് ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ പറ്റുമോ അല്ലെ? സോ ദാറ്റ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. അതാ വേണ്ടത്. എന്നിരുന്നാലും ഞാൻ ഈ പ്രൈസ് ഒന്ന് അനൗൺസ് ചെയ്യാം. പറയട്ടെ? അപ്പോ ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റ് പവർഡ് ബൈ MyG അമ്യൂസ്മെന്റ് പാർക്ക് കേരള ദിനേശ്. നമുക്ക് സെക്കൻഡ് റണ്ണർ ആരായിരിക്കും? എനിക്കറിയാന്ന്. നിങ്ങൾ പറയാ ആരായിരിക്കും? ഇതൊക്കെ മാത്രമേ അറിയൂ. ആ വിന്നർ നമ്പർ 7. ₹25,000 ക്യാഷ് പ്രൈസ് നൽകാനായിട്ട് സാധു മേരി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്കിന്റെ മാർക്കറ്റിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങള് സൂപ്പറായിട്ട് കണ്ടോ? താങ്ക് യു മാധവൻ സർ, താങ്ക് യു. അഖിലെ വാ, എന്റെ കൊച്ചു പിണങ്ങി നിൽക്കാറ്. സെക്കൻഡ് എല്ലാരും ഇങ്ങനെ നോക്കി. സെക്കൻഡ് പ്രൈസ് സ്വാമി തേങ്ങ എന്ന് പറയും പോലെ. ടേബിൾ നമ്പർ 2. ഞാൻ ബസ്സിന്ന കിട്ടില്ല. സെക്കൻഡ് പ്രൈസ് അല്ലെങ്കിൽ ഫസ്റ്റ് റണ്ണർ നേടിയിരിക്കുന്നത് നജീമ ആൻഡ് അനീഷ.
അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ടല്ലോ. നമ്മുടെ ജസിത്താക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്, ഞാൻ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചെക്കൊക്കെ വാങ്ങി. അപ്പം മൊമ്മൻ്റെയൊക്കെ ഞാൻ ശ്രീവിധേൻ്റെയും അഖിലിൻ്റെ ഇടന്നൊക്കെ ചിന്നിൻ്റെ ഇടന്ന് വാങ്ങിയിട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇതാ ഞാൻ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പല രസകരമായ കോമഡിയും ഭയങ്കര അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകളും ഒക്കെ അമൃത TV ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്തായാലും കാണാൻ മറക്കരുത് കേട്ടോ. ഈ ഓരോ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ടും പുതിയ മത്സരങ്ങളുമായിട്ടും വീണ്ടും വരാം. സൈനിങ് ഔട്ട് അസ്ന സക്കീർ.